ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ട്രിവാൻഡ്രത്ത് ഞാൻ വന്നിട്ട് ഏകദേശം 4 ഇയേഴ്സ് ആവുന്നു. 4 ഇയേഴ്സായിട്ട് മൈക്ക് വർക്കിംഗ് അല്ലേ 4 ഇയേഴ്സായിട്ട് ഞാൻ സൂയിൽ കുറേ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിലേ നമ്മളൊക്കെ ട്രിപ്പ് പോകുമ്പം ഞങ്ങൾ കൊല്ലത്തുള്ളവർക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രം വരുമ്പോൾ ഫസ്റ്റ് പോകുന്ന സൂ, മ്യൂസിയം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ അങ്ങനെ സൂവിൽ പോയിട്ടുണ്ട്. അപ്പം ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേര് സൂവിൽ പോവാണ് കേട്ടോ. പ്രത്യേകിച്ച് കാണാൻ ഇല്ല എന്നല്ല, കാണാനൊക്കെ ഉണ്ട്. ബട്ട് എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു വൈബൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്ന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ മൺഡേ മാത്രമേ ഉള്ളൂ സൂ അവധി, ബാക്കി എല്ലാ ദിവസവും സൂ ഓപ്പൺ ആൻഡ് വർക്കിംഗ് ആണ്. അപ്പം 10 മണിക്കാണ് മ്യൂസിയവും സൂവും തുറക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങും. ഏകദേശം 12 മണിയാകുമ്പോഴേക്കും സൂവിൽ എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുന്ന് ഒരു 45 to 1 hour അത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ സൂവിൽ പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ടത് എന്നതാണ്. ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ട്രിവാൻഡ്രത്ത് ഞാൻ വന്നിട്ട് ഏകദേശം 4 ഇയേഴ്സ് ആവുന്നു. 4 ഇയേഴ്സായിട്ട് മൈക്ക് വർക്കിംഗ് അല്ലേ 4 ഇയേഴ്സായിട്ട് ഞാൻ സൂയിൽ കുറേ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിലേ നമ്മളൊക്കെ ട്രിപ്പ് പോകുമ്പം ഞങ്ങൾ കൊല്ലത്തുള്ളവർക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രം വരുമ്പോൾ ഫസ്റ്റ് പോകുന്ന സൂ, മ്യൂസിയം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ അങ്ങനെ സൂവിൽ പോയിട്ടുണ്ട്. അപ്പം ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേര് സൂവിൽ പോവാണ് കേട്ടോ. പ്രത്യേകിച്ച് കാണാൻ ഇല്ല എന്നല്ല, കാണാനൊക്കെ ഉണ്ട്. ബട്ട് എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു വൈബൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്ന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ മൺഡേ മാത്രമേ ഉള്ളൂ സൂ അവധി, ബാക്കി എല്ലാ ദിവസവും സൂ ഓപ്പൺ ആൻഡ് വർക്കിംഗ് ആണ്. അപ്പം 10 മണിക്കാണ് മ്യൂസിയവും സൂവും തുറക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങും. ഏകദേശം 12 മണിയാകുമ്പോഴേക്കും സൂവിൽ എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുന്ന് ഒരു 45 to 1 hour അത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ സൂവിൽ പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ടത് എന്നതാണ് ഞാൻ ആദ്യത്തെ ഒരു സെക്ഷനിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കുട മസ്റ്റായിട്ട് വേണം. കുട ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ഹാറ്റ് വേണം കേട്ടോ. ഞാൻ കുട എടുക്കുന്നുണ്ട്, പ്ലസ് ഹാറ്റ്. അതായത് ഹാറ്റ് എനിക്ക് വേണ്ടിയിട്ടാണ്. സോ ഫ്രണ്ട്സ് ഹാറ്റ് ഇല്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റേ കാലം കുട ഉണ്ടല്ലോ, അതാണിത്. അപ്പോൾ അപ്പം ഹാറ്റ് വേണം, കുട വേണം. പിന്നെ നിങ്ങൾക്ക് സൺഗ്ലാസ് വേണമെങ്കിൽ സൺഗ്ലാസ് യൂസ് ചെയ്യണം. നന്നായിട്ട് നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു സ്വെറ്റിംഗ് പേപ്പർ എടുത്തോളൂ. ഇത് സ്പെക്സ് ആണ്, സൺഗ്ലാസ് അല്ല, നോർമൽ സ്പെക്സ് ആണ്. എനിക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോൾ പൊടി അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് തുമ്മലൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ സ്പെക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ണൊക്കെ ചുമന്നിട്ട് ആകെ വശലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പെക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആർക്കെങ്കിലും മാസ്ക് വേണമെങ്കിൽ മാസ്ക് എടുക്കാം. നെക്സ്റ്റ് ആസ് യൂഷ്വൽ ചീപ്പ് വേണമെന്നുള്ളവർക്ക് ചീപ്പ് എടുക്കണം കേട്ടോ. നല്ല ചീപ്പാണ്, റൂട്ട്സിൻ്റെ ആണ് നല്ലതാണ്. നെക്സ്റ്റ് പേഴ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ബസ്സിലും ഇപ്പോൾ GPay ആക്കിയിട്ടില്ല, ചില ബസ്സിൽ മാത്രമേ GPay ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാഷ് കരുതണം. പിന്നെ അതിനകത്ത് കുറച്ച് ഷോപ്സിലൊക്കെ ഇപ്പോഴും GPay അവർക്ക് എടുക്കാം, അവരെടുത്തിട്ടില്ല. പിന്നെ വേണ്ടത് ഞാൻ എടുത്തില്ല, ക്ലിപ്പ് വേണം. ചിലപ്പം എനിക്കാണെങ്കിൽ മുടി അഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ക്ലിപ്പ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ എടുക്കാനായിട്ട് നമുക്കൊരു ഹാൻഡ് ബാഗ് എടുക്കാം. ഇത് ഞാൻ മാരേജിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഹാൻഡ് ബാഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ ബാഗ് എടുത്തു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊള്ളും. ഇത്
ട്രെൻഡ്സിൽ നിന്നും മാക്സിമം എവിടെ നിന്നോ മേടിച്ചാണ്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളൊരു ബാഗാണ് ഞാൻ കാണിച്ചത്. ഇതാണ് കേട്ടോ, അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ ഈ ചുണ്ട് വലിച്ച് പൊട്ടിക്കുന്നവർക്കാണെങ്കിൽ ഒരു ലിപ് ബാം എടുക്കാം. ആക്ച്വലി ഞാനൊക്കെ ആണെങ്കിൽ ചുണ്ട് ഡ്രൈ ആയാൽ നന്നായിട്ട് വലിച്ച് പൊട്ടിക്കും. അപ്പം അതെന്തോന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ലിപ് ബാം എന്തായാലും എടുത്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. സൂക്ഷിച്ച് ഓരോന്നോരോന്നാണ്. ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു ചപ്പലാണ്. ചിലപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അവിടെ തെന്നുന്ന ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് പോയി നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നല്ലൊരു ചപ്പലെടുക്കുക. ഷൂസൊക്കെ ഉണ്ടെങ്കിൽ ഷൂസായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കംഫോർട്ടബിൾ ആയിരിക്കണം. ഏകദേശം ഒരു 2 to 3 കിലോമീറ്റേഴ്സ് നമ്മൾ നടക്കണം. അപ്പോൾ അതുകൊണ്ട് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ചപ്പലെടുക്കുക. ഷൂസ് എനിക്ക് തോന്നുന്നു ഷൂസാണ് ബെറ്റർ. പിന്നെ വെള്ളം ഒരു ബോട്ടിൽ വെള്ളം എടുക്കും. ഞങ്ങളിവിടെ വെള്ളം കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് വാങ്ങിക്കാമെന്ന് ചോദിച്ചു. ഒരു ബോട്ടിൽ വെള്ളം എടുക്കാം. ഓക്കെ, ഇത്രയൊക്കെ എടുത്തിട്ട് ഒരു സൂയിൽ പോകണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എടുക്കണമെന്ന് ചോദിക്കുന്നവർക്ക് ആക്ച്വലി നമുക്ക് ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണം, നന്നായിട്ട് നടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ആണെങ്കിൽ എന്തൊരു വെയിലാണ്, പൊരിഞ്ഞ വെയിലാണ്. സോ അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമുക്കിനി ഇറങ്ങാം. ഇവിടുന്ന് ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സത്യം എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ബസ് വരുന്ന കൈ കാണിച്ചാൽ ഞങ്ങൾക്ക് അടുത്തുള്ളത് കാര്യവട്ടവും കഴക്കൂട്ടമാണ്. അപ്പോൾ ഞങ്ങൾ കാര്യവട്ടത്ത് വന്ന് പിന്നെ എല്ലാവരും കരിക്ക കുടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്, പ്രത്യേകിച്ച് എനിക്കും ഹരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രിങ്കാണ് കോക്കനട്ട് വാട്ടർ. മറ്റവർക്ക് സ്പ്രൈറ്റ്, 7up അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ബസ് പിടിച്ച് പോവുമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ആക്ച്വലി ഞാൻ ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ സൂയിലോട്ടോ മ്യൂസിയത്തിലോട്ടൊക്കെ ഞാൻ തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയാം, എനിക്ക് ഏകദേശം ഒരു കണക്കൂട്ടലുണ്ട്. ഓക്കെ, ഇത്രയും സമയം എടുക്കും അവിടെ എത്താനും. ഇവർക്ക് രണ്ടുപേർക്കും എപ്പോൾ എത്തും. അതുപോലെ രണ്ടുപേർക്കും വോമിറ്റിങ് വരുന്നു, തലവേദന എടുക്കുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 45 minutes എടുക്കും ഞങ്ങൾ പാളയത്തെത്താൻ. അങ്ങനെ ഞങ്ങൾ പാളയത്തെത്തിയപ്പോൾ നല്ല വിശന്നു. രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല വിശന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു ഒരു ഊബർ പിടിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ മന്തി നോക്കി കേട്ടോ. അപ്പം പാളയത്ത് തന്നെ മന്തി കട ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ മന്തി കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ അടികപ്പേരെ കൂട്ടമണിയിലെ ആ ബോയ്സ് ഹോസ്റ്റലിലെ അതെല്ലാവർക്കും അറിയാമായിരിക്കും. കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി ചെല്ലാൻ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ അത് പോവാൻ ഞങ്ങൾക്ക് നല്ല മടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അങ്ങനെ പാളയത്തെ മന്തി കടയിൽ പോകാനിരുന്ന ഞങ്ങൾ പോയി ഈസ്റ്റ് ഫോർട്ട് വരെ പോയി. ഇത് ചന്ദ്രശേഖർ സ്റ്റേഡിയം. അപ്പോൾ ഞാൻ വെച്ചു പാളയത്തല്ലേ ഇത് ഇനി എങ്ങടാ പോകുന്നത് എന്ന് നോക്കി നല്ല ദൂരെ ഈസ്റ്റ് ഫോർട്ടിലാണ് ഞങ്ങൾ മന്തിയിൽ പോയത്. ഇത് മറ്റേ ടെമ്പിൾ, ഇത് നമ്മൾ ഉദ്ദേശിച്ച പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അതല്ലായിരുന്നു. ഇത് വേറെ ഒരു ഗണപതി ക്ഷേത്രമായിരുന്നു. പിന്നെ ദിസ് ഈസ് അവർ സെക്രട്ടേറിയറ്റ്. ഇത് സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു കേട്ടോ, സെക്രട്ടേറിയറ്റിന് ഇതിനകത്തോട്ടൊക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് വരില്ലേ? അങ്ങനെ എല്ലാവർക്കും ഇല്ല, എന്നാലും കുറച്ച് പേർക്കും. ഞങ്ങൾ ഊബറിൽ പോവുകയാണ്. കാറ്റുകൊണ്ടിട്ട് മുടി പറന്ന് മുടിയുടെ വഴിക്ക് പോയി. സാധാരണ ഞാൻ എവിടെയെല്ലാം ട്രാവൽ ചെയ്യുമ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഹെയർ ക്ലിപ്പ് ചെയ്ത് വെക്കും. കാരണം ഒന്നാമതേ മുടിയില്ല, ഉള്ള മുടിയും കൂടി ഇങ്ങനെ അലഞ്ഞ് പിലിഞ്ഞ് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അപ്പം എന്തോ മിസ്സായി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് പാളയം, അതെ, ഇത് നമ്മൾ ഈസ്റ്റ് ഫോർട്ട് എത്തി. അതിന് നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഗണപതി ക്ഷേത്രമൊക്കെ, പഴവങ്ങാടിയാണ് ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ പേര്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബുർജ് അൽ മന്തി, ഇവിടെയാണ് കേട്ടോ വരാനായിട്ട് എല്ലാവരും പ്ലാൻ ചെയ്ത്. ഇവിടെ നിന്ന് ഹരി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട്
കഴിക്കാനായിട്ടായിരുന്നു പ്ലാന്. അങ്ങനെ ഇവിടെ വന്നു. ഇത് സെക്കൻഡ്, ഐ തിങ്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇതിൻ്റെ ഈ ഡൈനിങ് ഒക്കെ വരുന്നത്. സോ ഞങ്ങൾ അവിടെ കയറി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സീറ്റൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിരുന്നു. ഇതിൻ്റെ വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഏരിയയും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പം നമുക്ക് ഒന്ന് സെറ്റ് ആവാനുള്ള ടൈമൊന്നുമില്ല. ഐ മീൻ മുടി ചെയ്യുക അതിനുള്ള ടൈമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെനു നോക്കി. മെനുവിൽ ഞാൻ മന്തിയില്ല, ഞാൻ അൽഫാമാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അവർ രണ്ടുപേരും മന്തി പറഞ്ഞു, ഞാൻ അൽഫാം പറഞ്ഞു. ആക്ച്വലി അടിപൊളിയായിരുന്നു. വിശന്നിട്ട് അതും ഇനി ഇത്രയും ട്രാവൽ ചെയ്തിട്ട് വന്നുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് എന്താ പറയുക, ഇത് ഒരുപാട് നാക്ക്, ഐ മീൻ ബേത്തൽ മന്തിയാണ് നമ്മളെ ഏറ്റവും നല്ല മന്തി. പിന്നെ എനിക്ക് ജമൈക്കൻ മന്തി ഇഷ്ടമാണ്, ബാർബിക്യൂ സ്പെഷ്യൽ. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല എരിവും. എനിക്ക് പിന്നെ സ്പൈസി ഫുഡ് കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ നല്ല കഴിച്ചു. ആക്ച്വലി ഞാൻ എന്താണ് അൽഫാമാണ് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അവിടെ നിന്ന് മന്തി റൈസ് എടുത്തു. പക്ഷേ അൺലിമിറ്റഡ് മന്തി റൈസ് ആണെങ്കിലും നമ്മൾ ബേത്തൽ മന്തിയിൽ ആദ്യം തരുന്ന ഒരു പോർഷൻ ഓഫ് റൈസ് ഉണ്ടല്ലോ, അത്രയും റൈസ് ഇവിടെ കിട്ടില്ല. കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് രണ്ടാമത് ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ ഞങ്ങൾ വിശന്നിരുന്നുകൊണ്ടായിരിക്കും. എന്തായാലും രണ്ടാമത് ചോദിച്ചു. അങ്ങനെ കംപ്ലീറ്റ് ആക്കി കേട്ടോ. തൂത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത്രയ്ക്ക് നന്നായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ മന്തി പ്ലേറ്റ് ഇത്രയും ക്ലീൻ ആയിട്ട് കാണുന്നത്. അത്രയ്ക്ക് കഴിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഊബർ വിളിച്ചിട്ട് തിരിച്ച് പാളയത്ത് വന്ന് മ്യൂസിയത്തിലോട്ട് പോകാനായിരുന്നു. അപ്പോൾ ഇത് സൂവിൻ്റെ എൻട്രൻസ് ആയിരുന്നു. സോറി, ഇത് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ഇത് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആയിരുന്നു. നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് സൂവിൻ്റെ എൻട്രൻസ് വരുന്നത്. അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ഒരു പാത്ത് വേ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. ഐ മീൻ ട്രിവാൻഡ്രത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദി പാത്ത് വേ ആണ് ഈ ഒരു പാത്ത് വേ വരുന്നത്. അതിനുശേഷം ഞങ്ങൾ സൂവിൻ്റെ അവിടെ ഇറങ്ങി. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആ സീഷ് കുറേ കച്ചവടക്കാരെയൊക്കെ കാണാം. ഞാൻ ആ പറഞ്ഞ വെള്ളക്കെട്ടില്ലേ, നിങ്ങൾ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വെള്ളക്കെട്ട് ഈ ഒരു പോർഷനിലാണ്. ഞാൻ കണ്ടുള്ള മഴ ഉണ്ടെങ്കിലും മഴയില്ലെങ്കിലും ഒക്കെ അവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും. ആക്ച്വലി ഞങ്ങളന്ന് പോയ ദിവസം മഴയേ ഉണ്ടായിരുന്നില്ല, തലേന്ന് ദിവസവും മഴയുണ്ടായിരുന്നു. പക്ഷെ അവിടെ വെള്ളക്കെട്ടുണ്ടാവും. ഞാൻ പോയിട്ടുള്ള എൻ്റെ ഓർമ്മയിൽ മിക്ക പ്രാവശ്യം അവിടെ വെള്ളക്കെട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൂവിലെ എൻട്രൻസിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് അക്വേറിയം പോലെ ഒരെണ്ണമുണ്ട്. ആ ഒരു പ്ലേസ് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എങ്ങോട്ടും പോയില്ല, നമ്മൾ ഡയറക്റ്റ് സൂവിലോട്ടാണ് പോയത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ മറ്റേ നിയമസഭയിലെ അതുപോലെ 2 എലിഫൻറ്റിനെ ഇങ്ങനെ ഒരു അടിപൊളി ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഞാൻ വീഡിയോ എടുത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എത്ര നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭംഗിയിൽ അവരത് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൂവിൽ നമ്മൾ പോകുന്നതിന് മുന്നേ ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഏകദേശം ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. സോ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ GPay ഇല്ല. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ക്യാഷ് കൊണ്ട് തന്നെ പോകണം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് മീൻസ് ചെറിയ ചെറിയ ബേക്കറി പോലെ ഉണ്ട്. മിൽമ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുട്ടികളുണ്ടായിരുന്നു, അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ അവിടെ നിന്ന് എന്തെങ്കിലും ഇൻടേക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റുക. അകത്തോട്ട് പ്ലാസ്റ്റിക് കയറ്റൂല. പിന്നെ വെള്ളമില്ല, അതിനകത്ത് ടീയും കോഫിയും ഉള്ളൂ, വെള്ളമില്ല. പിന്നെ അവിടെ അല്ലാണ്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂവിനകത്തോട്ട് കയറി. ട്രിവാൻഡ്രം സൂവിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, ആദ്യമേ നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മൾ കാണുന്ന സാധനം ചിമ്പാൻസിയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചിമ്പാൻസിയെ കണ്ടു. ചിമ്പാൻസിയെ കണ്ടിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കണ്ടാമൃഗമാണോ എന്താ എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇതിലെ സംഭവം എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഒന്നിൻ്റെയും പേര് എനിക്കറിയില്ല. ഇത് ഐ തിങ്ക് ഇത് കണ്ടാമൃഗമാണെന്ന് തോന്നുന്നു. കണ്ടാമൃഗമായിരിക്കും. പിന്നെ ഇവിടെ നല്ല നല്ല മരങ്ങളുണ്ട്. ഐ തിങ്ക് ഓരോ മരത്തിനും അവർ അതിൻ്റെ പേരും
ബയോളജിക്കൽ നെയിമും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മരത്തിൽ തന്നെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ചെമ്മരം, അങ്ങനെ എന്തോ ഒരു പേര്, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അങ്ങനെ ഇതിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ സൂവിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്, നല്ല രസമാണ്. നമുക്ക് ഒരു എക്സോസ്റ്റിംഗ് ഫീലിംഗ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ നടന്ന് 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 വരുമ്പോൾ നമുക്ക് കാലിനൊക്കെ കുറച്ച് പെയിൻ വരും. പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൂടുതലും കാണുന്ന മങ്കികളെയാണ് കേട്ടോ, കൂടുതലും മങ്കീസിനെയാണ് കാണുന്നത്. ഇപ്പം ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മങ്കീസ് ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ നല്ല സൂം ചെയ്തെടുത്ത്. അത് ആളെപ്പോഴും തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഞാൻ മുന്നോട്ട് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് മുന്നോട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. നല്ല സൂം ചെയ്തെടുത്ത വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ട് ചെറിയ രീതിക്ക് എനിക്ക് ഷേക്കിംഗ് ഒക്കെ അനുഭവപ്പെട്ടു. ഇതൊരു ടൈപ്പ് മങ്കിയാണ്. ഇതിന് കറക്റ്റ് പേരും ബയോളജിക്കൽ നെയിം എനിക്ക് ഒന്നിൻ്റെ ബയോളജിക്കൽ നെയിം അറിയില്ല, അതുകൊണ്ട് എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക. എന്നെ സാധനങ്ങളൊക്കെ അതിനകത്ത് കാണാൻ പറ്റുമെന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇതിന് താഴെ മറ്റേ ഫ്ലെമിംഗോസ് ഉണ്ട്, അത് നല്ല ഭംഗിയാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, നമുക്ക് ഫ്ലെമിംഗോസ് കാണണം, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് സൂവിൽ പോയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഫ്ലെമിംഗോസ് ആണ്. സെക്കൻഡ് റെപ്റ്റൈൽസിൻ്റെ ആണ്. പക്ഷേ ഇപ്രാവശ്യം റെപ്റ്റൈൽസിൽ ആക്ച്വലി റെപ്റ്റൈൽസിൻ്റെ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ റെപ്റ്റൈൽസ് ഭയങ്കര കുറവായിരുന്നു. അനാക്കോണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. റെപ്റ്റൈൽസിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് കയറുമ്പോൾ തന്നെ ഫോട്ടോസും വീഡിയോസും റിസ്ട്രിക്റ്റഡ് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ പക്ഷികളുണ്ടായിരുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓസ്ട്രിച്ച് രീതിയിൽ, ഓസ്ട്രിച്ച് അല്ല വേറെ എന്തോ, ഇങ്ങനെയുള്ള കുറേ പക്ഷികളുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയതിൻ്റെ സമയത്തിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മിസ് ചെയ്തു കേട്ടോ. ഇവിടേക്കാണെങ്കിൽ ഔളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേഡ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഓരോരോ കേജിൽ ഓരോരോ ടൈപ്പ് ബേർഡ്സ് ഉണ്ടാവുന്നതാണ്. അതൊന്നും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, എല്ലാം മിസ്സിങ് ആയിരുന്നു. ഞാനിപ്പം കാണിച്ച ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. പിന്നെ വേറെ എവിടെയോ ഞങ്ങൾ ഔളിനെ കണ്ടു, അതുപോലെ തന്നെ വൾച്ചർ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കുറേ എണ്ണത്തെ ഇവിടുന്ന് മാറ്റി എന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എന്തായാലും കുറേ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്തു. അതുപോലെ തന്നെ ക്രൊക്കോഡൈൽ, ഞങ്ങൾ ഈ ഇറങ്ങി വരുന്നതിൻ്റെ സൈഡിൽ ക്രൊക്കോഡൈൽ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പം അതില്ല. ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ ഇവരോട് പറയുന്നു കേട്ടോ, ഇവിടെ നമുക്ക് ക്രൊക്കോഡൈലിനെ കാണാം, ഇവിടെ നമുക്ക് ബേർഡിനെ കാണാം, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞ ക്രൊക്കോഡൈൽ ഉണ്ടായിരുന്നത്, അതുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഔളുണ്ട്. ആക്ച്വലി ഈ ഔളിനെയൊക്കെ നമുക്ക് മുന്നേ കണ്ട സ്ഥലത്ത് കാണേണ്ടതാണ്. അതൊക്കെ എന്താ മാറ്റിയെന്ന് അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പണ്ട് കുഞ്ഞിലെ ഞാൻ പോയപ്പോൾ സീബ്ര, ജിറാഫ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇല്ല. അപ്പം നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ അന്നൊക്കെ ഞാൻ പോകുന്ന ഒറ്റയ്ക്കാണ് കേട്ടോ. ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഉള്ള രസമുണ്ട്, പക്ഷേ നമ്മൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളില്ല. ജിറാഫ്, സീബ്രയൊക്കെ 1-2 ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് അത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഇത് വൾച്ചറാണ്. വൾച്ചർ ഒരുപാടെണ്ണം, ഒരു 3-4 എണ്ണം ഉണ്ട് കേട്ടോ, കുട്ടിയായിട്ടും ഇച്ചിരി വലിയതായിട്ടും ഒക്കെയുള്ള വൾച്ചർ നന്നായിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. എല്ലാവരും ഉറങ്ങുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് വലിയ കാര്യത്തിൽ കണ്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏരിയ ആണിത്, ഫ്ലെമിംഗോസിൻ്റെ ഏരിയ. ഇതിനെ ഫ്ലെമിംഗോസ് തന്നെയാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളുടെ നേക്കഡ് ഐസ് കൊണ്ട് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു ഗ്രില്ലില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ പലരും ഉണ്ടാവും. ഓഫ് കോഴ്സ്, കാരണം ഞങ്ങളവിടെ നിന്ന് എല്ലാവരും ഈ ഗ്രില്ലില്ലായിരുന്നെങ്കിൽ, കൊച്ചു കുട്ടികളൊക്കെ പറയും ഗ്രില്ലില്ലായിരുന്നെങ്കിൽ, ഇതിൻ്റെയൊക്കെ ബീക്ക് കണ്ടു ഭയങ്കര ലോങ് ആണ്, ഷാർപ്പാണ്, നല്ല ഭംഗിയാണ്. ഈ ഒരു ഫ്ലെമിംഗോയുടെ ഈ ഏരിയയിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലെമിംഗോസിനെ കാണാൻ പറ്റും കേട്ടോ. ബീക്ക് ഇത്രയും ഷാർപ്പ് അല്ലാത്തത്, മീൻസ് കുറച്ചുകൂടെ വലുതായിട്ടുള്ളത്, ചെറിയ ബോഡിയുള്ള, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലെമിംഗോസിനെ കാണാൻ പറ്റും. നമ്മളുടെ ഈ വീഡിയോയിൽ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു, ബട്ട്
ഭയങ്കര രസമാണ്. ഈ ഒരെണ്ണം കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ത്രോട്ട് കിടന്ന് ഇങ്ങനെ അനങ്ങുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെ ഭയങ്കര ബിഗ്ഗായിട്ടുള്ള ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഭയങ്കര ബിഗ്ഗല്ലേ, എന്ത് രസമാണ് അത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പെട്ടെന്ന് കാണുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഇങ്ങോട്ടാണ്. ഇതിൻ്റെ പേര് നീർനായ, ഞാൻ പേര് ആലോചിക്കാറ്, നീർനായയാണ്. ഇത് നമുക്ക് ആക്ച്വലി നമുക്ക് ഈ ട്രിവാൻഡ്രം സൂവിൽ പോകുമ്പം ചില കാര്യങ്ങൾ ഭയങ്കര പ്രോപ്പറായിട്ട് കാണാൻ പറ്റും, ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. അതിൽ ഒന്നാണ് ഈ ഒരു സംഭവം, ഈ നീർനായ. 2-3 നീർനായകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ നീർനായയെ ഒക്കെ നമുക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഫ്ലെമിംഗോസിൻ്റെ കേസ് തന്നെ നമുക്ക് ആ ഒരു ഗ്രില്ലുള്ളത് നമുക്കൊരു എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ സാധനം ഏതാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഒരു പോയിൻ്റൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നും. അങ്ങനെയുണ്ട്. അപ്പം നീർനായ ഇത് എന്തോ ഫ്ലഷ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ ആക്ച്വലി നമുക്ക് കാണാനായിട്ടൊന്നുമില്ല, ബട്ട് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ അടിപൊളി ഏരിയ ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് കരടീനെ കാണാൻ പറ്റുന്നത്. ഈ പറഞ്ഞ പോലെ ഈ കരടി എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഇച്ചിരി ദൂരെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് സൂം ചെയ്ത് അതിനെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല കഴിവ് വേണം. രണ്ടാമത്തെ കേസ് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ, അതാണ്. ഈ ഒരു കേസിൽ ഇതാണ് കരടി. എല്ലാം ക്ഷീണിച്ച് ഇരിക്കുകയാണ്, ദാഹിക്കുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനൊരു അതായിരുന്നു ഇരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നല്ല ചൂടാണ്, അപ്പം ദാഹിക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അപ്പോൾ നമ്മളുടെ കരടിക്കുട്ടൻ. അങ്ങനെ കരടിക്കുട്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേറെ എവിടെയോ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഹൈനയുടെ ഏരിയ ആണോ പ്ലീസ്, എനിക്ക് ഏതാണെന്ന് ഓർമ്മ വരുന്നില്ല. അവിടെ കരടി. പിന്നെ ഈ ഒരു പ്ലേസിൽ കൂടെ നമ്മൾ പോകുന്നത് നമ്മളുടെ രാജാവിനെ കാണാനാണ്. സോ സിംഗക്കുട്ടനെ കാണാനാണ് ഈ ഒരു പ്ലേസിൽ കൂടെ പോകുന്നത്. ആക്ച്വലി എനിക്ക് ഈ ഏരിയയൊക്കെ കുറച്ചുകൂടെ ബൈ ഹാർട്ടഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ മീൻ ഞാൻ പോകുന്നപ്പോഴും ഞാൻ ഓരോന്ന് അവരുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴേ അവർ പറയാറുണ്ട് ഇതെല്ലാം അറിയാമല്ലോ. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം സൂവിൽ വന്നിട്ടുണ്ട്. മ്യൂസിയത്തെയും കാട്ടി എനിക്കിഷ്ടം സൂ ആണ്. മ്യൂസിയം കുറച്ചുകൂടെ പീസ്ഫുള്ളാണ്, പക്ഷെ സൂ പീസല്ല. ബട്ട് നമുക്ക് ഇരിക്കാനും നടക്കാനും ഗ്രീനറിയും ഒക്കെ ഉള്ളത് സൂവിൽ തന്നെയാണ്. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് സിംഹത്തെ കാണാൻ പോയി. ഈ സിംഹത്തിൻ്റെയും സെയിം അവസ്ഥയാണ്. നമുക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ വരുമ്പോഴും ഈ ബെഞ്ചിൻ്റെ മണ്ടയിലാണ് സിംഹം റെസ്റ്റ് ചെയ്യാറ്. എന്തെങ്കിലും ഫുഡ് അവിടെ കാണും, അത് കഴിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇത് അങ്ങനെ അല്ലായിരുന്നു. ഇത് അങ്ങ് ദൂരെ, ഞാൻ സൂം ചെയ്ത് എടുക്കുന്നുണ്ട്, ദൂരെ അതിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സാധാരണ 2 എണ്ണത്തെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. സിംഹം അങ്ങനെ അവിടെ ദൂരെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ബെഞ്ചിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ സിംഹത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെടി ഉണ്ട്, അത് ഞാൻ ഫോട്ടോ എടുത്തില്ല. അതിന് ഭയങ്കര ഒരു വൃത്തിയുടെ സ്മെല്ലാണ്. ചിലർക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അതിൻ്റെ സ്മെല്ല് അങ്ങോട്ട് ഇഷ്ടമേ അല്ല. ഞാൻ മാക്സിമം സൂം ചെയ്ത് അതിനെ ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ഈ ഒരു സ്മെല്ല് കാരണം എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ ബെഞ്ച്. ഈ ബെഞ്ചിൻ്റെ മണ്ടയിലായിരിക്കും ഞാൻ വന്നപ്പോഴൊക്കെ സിംഹത്തെ കാണാറുണ്ടായിരുന്നത്. സോ അവിടെ ഫ്ലഷും കാണും. അപ്പോൾ അത് കഴിക്കുന്ന ഒരു സമയമായിരിക്കും. ദിസ് ഈസ് അവർ നെക്സ്റ്റ് സാറ്റിസ്ഫൈങ് വീഡിയോ. ഇതെന്ന് പറയുന്നത് നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ആണ്. ഇത് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ അവരുടെ അടുത്ത് പറയായിരുന്നു, ഇവർ കിടന്ന് വഴക്ക് കൂടുന്നത് മിക്ക പ്രാവശ്യം കാണാം. ഓൾമോസ്റ്റ് എപ്പോഴും ഇവർ കിടന്ന് വഴക്ക് കൂടുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് ഇവർ വെള്ളത്തിൽ കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെ ഇങ്ങനെ
കാണിക്കാം. കാരണം ക്ലിയർ ആയിട്ട് കാണില്ലല്ലോ, ഒരു വെള്ളത്തിൽ കിടക്കുമല്ലേ. വെള്ളത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയമായിരുന്നു. മറ്റേ ഇങ്ങനെ പുല്ലൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നോണ്ടിരുന്ന സമയം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾ വന്ന് പുല്ലൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുത്ത്. അപ്പം നമുക്ക് ഇതിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർ രണ്ടുപേര്, ആ ബാക്കിൽ വരുന്ന രണ്ടുപേര് വഴക്ക് കൂടിയത്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നും. ബട്ട് അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഇത്. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ മുതലയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ മുതലയുടെ ഒന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ നല്ല ദൂരെ. ഇതുങ്ങൾ അവിടെ കിടന്ന് വഴക്കൂടുകയാണ്, ആ ബാക്കിലെ രണ്ടെണ്ണങ്ങൾ. പിന്നെ പെയ്യെ പെയ്യെ ഇതുങ്ങൾ ഇനി കയറി വരും. പിന്നെ ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ ഒരു തിക്നെസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കണ്ട, ഈ മുകളിൽ നിന്നാണ് അവർ ഗ്രാസ് ഒക്കെ എടുത്തെറിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ആ തിക്നെസ്സും ആ ബോഡിയുടെ ആ ഒരു അതും സ്ട്രക്ചറും ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രസമാണ് അവരിങ്ങനെ കയറി വരുന്നത് കാണാം. പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വെള്ളത്തിന് ഇത്ര ക്ലിയർ ഒന്നുമല്ല, കുറച്ചുകൂടെ അഴുക്ക വെള്ളമായിരുന്നു. ഇപ്പം അവർ കുറച്ചുകൂടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാം, എവറിത്തിങ്. അപ്പം അന്ന് തന്നെ നമ്മൾ കാണുന്ന സമയത്ത് ഈ സീബ്രയൊക്കെ ആയാലും അങ്ങ് ഭയങ്കര ഒന്ന് ശോഷിച്ച് കിടക്കായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് മാറ്റി. ഇതിന് ദൂരെയുള്ള ഇതിന് ഓപ്പോസിറ്റാണ്, പക്ഷെ കുറച്ച് ദൂരെയാണ് ഈ ഒരു അനിമൽ കിടന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. എന്ത് കാണ്ടാമൃഗം എന്താണെന്ന് എനിക്കറിയില്ല, നല്ല കട്ടിയുള്ള സ്കിന്നാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. സോ അത് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പോഴേക്കും എല്ലാവർക്കും ദാഹിച്ചു, വെള്ളം കിട്ടണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ഈ ഒരു ഷോപ്പ് അവിടെ ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ കറക്റ്റായിട്ട് എവിടെയാണെന്ന് ഓർമ്മയില്ല. ബട്ട് ആ ഷോപ്പിൽ നമുക്കൊന്നും കിട്ടാനായിട്ടൊന്നുമില്ല. പിന്നെ ഇത് മാനുകളാണ്. ഈ മാനിൻ്റെ പ്രത്യേകത, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാനിനെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സൂവിൽ കാണാൻ പറ്റുന്ന ഈ ബിയേഴ്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബിയേഴ്സിനെ കാണാൻ പറ്റും. പിന്നെ മങ്കീസിനെ കാണാൻ പറ്റും. പിന്നെ ബേർഡ്സിനെ കാണാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ ഈ ഒരു സംഭവം, ഇതിൻ്റെ പേരെന്താ, ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ഇതിങ്ങനെ കൊമ്പ് ഓർക്കുമായിരുന്നു കേട്ടോ, രണ്ടും കൂടി ഇങ്ങനെ ഇടിക്കുന്ന രീതിയിലായിരുന്നു. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്കും അവർ നിർത്തി. എന്ത് ചെയ്യാം. അങ്ങനെ ഇതാ മാനിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്പേസിലാണ് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ നടന്ന് ഇതും ഈ ഒരു കൈൻഡ് ഓഫ് ബേർഡ് വരും. ഇതെനിക്ക് തോന്നുന്നു ഓസ്ട്രിച്ച് അല്ല, കറക്റ്റ് ഓസ്ട്രിച്ചിൻ്റെത് നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ഇത് വേറെ ഒരു ബേർഡാണ്, ഭയങ്കര ക്യൂട്ട് ബേർഡാണ് കേട്ടോ, ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. അങ്ങനെ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് സെറ്റ് ഓഫ് മാൻ. ഇതിനകത്ത് ഒരു ബിയർ നമ്മളിങ്ങനെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗി, നമ്മൾ നിൽക്കുന്നതാണ് കേട്ടോ, നന്നായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കരടീനെയും മാനിനെയും ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നു പറഞ്ഞത്. നമ്മൾ മാനിനെ പറയുന്ന ഡീറെന്നും കരടീനെ പറയുന്ന ബിയറെന്നും. മാനിനെ ചുളുവിലക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മാനിനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നടക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഷോപ്പ് നോക്കി നടക്കുകയാണ് നമ്മൾ. ആ ഫുഡ് അവിടെ വെള്ളം കിട്ടുമെന്നുള്ള വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിലത്താണ് കൂടുതലും. തന്നെ കാണാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ കൂടുതലും കാണുന്നത് ഇവിടെയാണ്. പിന്നെ ദിസ് ഈസ് ബട്ടർഫ്ലൈ പാർക്ക്. ബട്ടർഫ്ലൈ പാർക്കിൽ ഞാൻ വന്നിട്ട് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ബട്ടർഫ്ലൈ പാർക്കിൽ ഞാൻ ഒരുപാട് ബട്ടർഫ്ലൈസിനെ കണ്ടുള്ള ഒരു 1 ടൈം മാത്രമാണ്. നമ്മൾ ഈ ഒരു ചിങ്ങമാസത്തിലൊക്കെ ബട്ടർഫ്ലൈസ് വരുമെന്നുള്ള അതേ സമയത്ത് ഇവിടെയും കുറേ ബട്ടർഫ്ലൈസിനെ കാണും. ബാക്കിയുള്ള സമയത്ത് നമുക്ക് അത്രത്തോളം കാണാൻ പറ്റില്ല. പക്ഷെ അവിടെ ചെറിയൊരു ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാം. ചെറിയൊരു വാട്ടർഫാൾ അതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ്. കുറേ കുട്ടി ഷോപ്സും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ കുറേ ബട്ടർഫ്ലൈസിനെ കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും കാണുകയാണെങ്കിൽ കൊള്ളാം, നിങ്ങൾക്ക് മനസ്സിലാവുകയും കൂടെ വേണം കേട്ടോ. ഒരു ബോർഡ് അവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ബോർഡ്. അതിനകത്ത് വൈറ്റ് ഫോറിങ്, ഗ്ലാസി ടൈഗർ, അങ്ങനെയുള്ള കുറേ ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റും. ആക്ച്വലി ഞാൻ അന്ന് നീ പറഞ്ഞ സമയത്ത് വന്ന സമയത്ത് ഇതിലെ കുറേ എണ്ണത്തെ ഞാൻ കണ്ടിട്ടും അനലൈസ് ചെയ്തിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ ദിസ് ഈസ് ദ ബട്ടർഫ്ലൈ പാർക്ക്. ബട്ടർഫ്ലൈ പാർക്കും അത്യാവശ്യം നല്ലതാണ്. നല്ലൊരു എന്താ നല്ലൊരു ഐ മീൻ അവിടുത്തെ ഒരു ക്ലൈമറ്റും ഒക്കെ നല്ല രസമാണ്. വലിയ ചൂടും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ചെറിയൊരു ഫൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് വരുന്ന ഒരു വാട്ടറിൻ്റെ ഒരു അത് കൊണ്ടിട്ട് നമുക്ക് നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഫൗണ്ടെയിൻ ഉണ്ട്, ഇതാണ് കേട്ടോ ഫൗണ്ടെയിൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് റെപ്റ്റൈൽ ഏരിയയിലേക്കാണ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ റെപ്റ്റൈൽ ഏരിയയിൽ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല. പ്ലസ് അവൻ്റെ ഗ്ലാസ്സിൽ പോലും തൊടാൻ സമ്മതിക്കില്ല. ഭയങ്കര പ്രശ്നമാക്കും. സോ ഹിയർ കംസ് ഫൈനലി അവർ ഓസ്ട്രിച്ച്. നമ്മൾ ഓസ്ട്രിച്ച് കുട്ടി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഓസ്ട്രിച്ച്. ഇവിടെ 2 ഓസ്ട്രിച്ചിനെയാണെന്ന് തോന്നുന്നു കണ്ടത്. അപ്പം ഓസ്ട്രിച്ചിനെ കണ്ടിട്ട് നമുക്ക് നേരെ റെപ്റ്റൈൽസിൻ്റെ അവിടെ പോവാം. റെപ്റ്റൈൽസിൻ്റെ അവിടെ നമ്മൾ ഒരു വീഡിയോസും ഒന്നും എടുത്തില്ല. അതിനുശേഷം നമ്മൾ പിന്നെ പീക്കോക്കിനെ കണ്ടു. മെയിൽ പീക്കോക്കും ഫീമെയിൽ പീക്കോക്കും രണ്ടും ഉണ്ടായിരുന്നു. ഈ റെപ്റ്റൈൽസിനെ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ മടുത്തു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരു ബോറടിയായി. പിന്നെ ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ഏരിയ ഞങ്ങൾ മിസ് ചെയ്തതാണ്. ഈ ഒരു ഏരിയ മിസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് കണ്ടതാണ് കേട്ടോ ഈ ലയണിനെയൊക്കെ. പക്ഷേ ഈ ലയണിനെ ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ ലാസ്റ്റ് ടൈം പോയ സമയത്തും ഒരു ടൈഗർ ഉണ്ടായിരുന്നു. ലയൺ അല്ല, സോറി കേട്ടോ, ടൈഗർ ഉണ്ടായിരുന്നു. ആ ടൈഗറിൽ മനു എന്നാണ് കേട്ടോ പേര്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു. ആ ഗ്രില്ലിൻ്റെ അടുത്ത് വന്ന് നടക്കും. പക്ഷെ ഈ പ്രാവശ്യം പോയപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടൊന്ന് എല്ലാവരും ഉറങ്ങുമായിരുന്നു. ഒന്നിനെയും പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് അമൂലിൽ കയറിയിട്ട് 2 ഐസ്ക്രീമും ഒരു ഷേക്കും കുടിച്ചു. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചാൽ ആംല വാങ്ങിച്ചു, നെല്ലിക്കയും വാങ്ങിച്ചു, പൈനാപ്പിളും വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്കത് അങ്ങനെയുള്ള ഫുഡ് പിടിക്കില്ല. എനിക്ക് അപ്പോൾ ലൂസ് മോഷൻ വരും. എനിക്കത് വന്നു. പിന്നെ വന്നതിന് ശേഷം ഞാൻ പിന്നെ ചായ ഒഴിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ ചായ കുടിച്ചു. എനിക്കിത് കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. സോ എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണം. സോ ഞാൻ ചായ കുടിച്ചിട്ട് ഡാൻസ് ക്ലാസ്സിന് പോയി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ രാവിലെ സൺഡേ രാവിലെ എനിക്ക് മാരത്തോൺ ഉണ്ട്. USA മാരത്തോൺ ഉണ്ട്. എഴുതി വെച്ചിട്ടുണ്ട് 10 കിലോമീറ്റർ റണ്ണിങ്ങാണ്. അപ്പോൾ ഞാൻ ഷൂസൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ടീഷർട്ട്, ലൂസ് ടീഷർട്ടാണ്. ഞാൻ ഇൻസേർട്ടൊന്നും ചെയ്യേണ്ടതാണ്. ഇൻസേർട്ട് ചെയ്യുന്നതായിരുന്നു വൃത്തി. പിന്നെയും ഇൻസേർട്ടൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അയ്യോ, ഞാൻ പോയിട്ട് വരാം. ആക്ച്വലി എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. ആക്ച്വലി ഞാനിങ്ങനെ മാരത്തോണാകുമ്പോൾ ജസ്റ്റ് നടന്നൊക്കെ കയറിയാൽ മതി. എന്നാലും എനിക്ക് ഭയങ്കര ഓടണോ ജസ്റ്റ് ജോഗിങ് പോലെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ടയേർഡ് ആവുമല്ലോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ സ്റ്റിൽ കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വരാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ അവരൊക്കെ എത്താറായി. പുതിയ ഷൂ ഞാൻ റെഡി. അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ USA മാരത്തോണിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണിക്കായിരുന്നു ഞങ്ങൾ മാരത്തോൺ സ്റ്റാർട്ട് 5:45 സംതിങ് ആയിരുന്നു തോന്നുന്നു ഞങ്ങൾ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ ചെന്നപ്പം തന്നെ 5:50 ആയി. സോ ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചത് ഈ ഒരു ഏരിയയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. സൂംബയൊക്കെ നടക്കുന്ന ഈ ഏരിയയിലാണല്ലോ. പക്ഷേ ഈ ഏരിയയിലല്ലായിരുന്നു, വേറൊരു സ്റ്റാർട്ടിങ് പോയിന്റിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ UST ക്യാമ്പസിൽ ഞാൻ കയറുന്നത് ദിസ് ഈസ് സെക്കൻഡ് ടൈം. ഫസ്റ്റ് മാരത്തോണിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് സെക്കൻഡ് ടൈം ഐ ആം എൻട്രിങ് ടു UST ക്യാമ്പസ്. നല്ല ക്യാമ്പസ് ആയിരുന്നു. പിന്നെ വെറുതെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് എല്ലാവരും ഓടി തുടങ്ങിയെന്ന് മനസ്സിലായത്. സോ ഞങ്ങൾ ഓടി 1 hour 15 minutes നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഞാൻ ഭയങ്കര പേസ് കുറച്ചാണ് ഓടിയത്. പക്ഷേ സെയിം പേസിൽ ഓടാൻ ഞാൻ സ്പീഡൊക്കെ കുറച്ചിട്ട് സെയിം പേസിൽ ഓടാനായിട്ട് ട്രൈ ചെയ്തു. ഒട്ടും എക്സോസ്റ്റ് ആയിരുന്നില്ല കേട്ടോ. എൻ്റെ മാരത്തോൺ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതായത് ഞാൻ ട്രയൽ ഓടിയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഷൂസ് ഉണ്ടായിരുന്നില്ല, പ്രോപ്പർ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, ഇതെല്ലാം ഉണ്ടായിട്ടായിരുന്നു ഇത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. പിന്നെ ഉപ്പൊക്കെ ഞാൻ കൂടെ കുടിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സോഡിയം കുറഞ്ഞിട്ട് തലവേദന എടുക്കും. ഇത് ഞങ്ങൾ 5 kilometers കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അവിടെ കൊട്ടും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഈ വന്ന ട്രിപ്പ് വീണ്ടും ഒരു റൗണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ 10 kilometer കംപ്ലീറ്റ് ചെയ്യും. ഞാനിങ്ങനെ ചുമന്ന് തുട്ടിട്ട് ഒരു പരുവായി. 5 kilometer ആയപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചി വോമിറ്റ് ചെയ്തു. സോ ആൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ ഓടി കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആ വെള്ളമൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഫുൾ ഫെസിലിറ്റി ഉണ്ട്. ഫുഡായാലും വെള്ളമായാലും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് ഒരു പിക്ക് എടുത്തതാണേ.
ജസ്റ്റ് ഓർമ്മ ഒരു ഹോട്ടലിലായിരുന്നു നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയി. ബട്ട് ഒരു കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓടിയത് ജിടെക് മാരത്തോൺ ആണ്. ജിടെക് മാരത്തോണിൻ്റെ അത്രയും നല്ല ഫുഡ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓർഗനൈസേഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഫുഡ് എനിക്ക് ജിടെക് മാരത്തോണിലാണ് ഒരുപാട് നന്നായിട്ട് തോന്നിയത്. കുറച്ചുകൂടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം സഫീഷ്യൻ്റ് ആയിരുന്നു. ബട്ട് കുറച്ചുകൂടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നത് ജിടെക്കിലായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ട്രയൽ റണ്ണിൻ്റെ ഫുഡും ഇതിലും ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ അപ്പവും കടലയും പുഴുങ്ങിയ പഴം, മുട്ട, കേസരി, ഇത്രയായിരുന്നു നമ്മുടെ ഫുഡ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.